നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാപ്പി. അയ്യോ, എന്റെ മോടെ ഷേപ്പിൽ മറ്റൊരു പെൺകുട്ടി. അച്ഛൻ ചുമ്മാ കളിയാക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ അടുക്കള കയറി ഒരു കാപ്പി ഇട്ടു, അതിനിപ്പോ എന്താ? ഓ, അത്രയിലും മോള് ചെയ്തല്ലോ, ദൈവത്തിന് നന്ദി. ആ ശരത്ത് മോനെ, കാപ്പി ഊതി ഊതി കുടിക്കും. നല്ല ചായ. ശരത്തേട്ടാ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ വെറുതെ പറഞ്ഞ നിത്യക്കുട്ടി, എന്റെ നിത്യക്കുട്ടിക്ക് നല്ല കൈപ്പുണ്യമല്ലേ. ഇവിടുത്തെ ദേവിക മാഡം അമ്പലത്തിൽ പോയിട്ട് നടന്നു വരുന്നത് ഞാൻ കണ്ടിരുന്നു. ശോ, പാവം, കരഞ്ഞ് പ്രാർത്ഥിച്ചാന്ന് തോന്നുന്നു. കണ്ണുകളൊക്കെ കരഞ്ഞ് കലങ്ങി ചോന്നിട്ടുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിക്കാനോ? അങ്ങനെ പെട്ടെന്ന് നിറയുന്ന കണ്ണുകളല്ലല്ലോ അവരുടേത്. ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു ആ ചന്ദ്രലേഖ വക്കീല് സിദ്ധാർത്ഥന്റെ വീട്ടിൽ കയറി പൊറുതി തുടങ്ങിയ കാര്യം? പൊറുതി തുടങ്ങിയെന്നോ? സിന്ധയ്ക്ക് വിളിച്ചപ്പോ എന്നോട് സൂചിപ്പിച്ചായിരുന്നു അവരിങ്ങനൊരു ബന്ധത്തെ പറ്റി ആലോചിക്കുന്നുണ്ടെന്ന്. എന്നാലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടിൽ കയറി താമസം തുടങ്ങാനൊക്കെ പറ്റുമോ? അതിപ്പോ ഞാനിവിടെ താമസിക്കുന്നില്ലേ. എന്താ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടാണോ? അല്ലല്ലോ. അതിപ്പോ ശരത്തേട്ടൻ ഇവിടെ താമസിക്കുന്ന പോലെയാണോ ഒരു പെണ്ണ് അന്യ വീട്ടിൽ ചെന്ന് നിൽക്കുന്ന? പേയിങ് ഗസ്റ്റ് ആണെന്നാണ് വെപ്പ്, പ്രേമേച്ചയുടെ ഐഡിയ. അങ്ങനെ സിദ്ധാർത്ഥനും ചന്ദ്രലേഖയും ഒന്നാവാൻ പോകും. ശോ, പാവം ദേവിക. എന്തായാലും എനിക്ക് സന്തോഷമായി. നമ്മൾ എന്തിനാവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ സന്തോഷിക്കുന്നത്?